ബോട്ടും ഡോൾബി ഓഡിയോയും കൂടി കോഓപ്പറേറ്റ് ഇറക്കിയ അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് AirDops 800. 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നിട്ട് ഇപ്പോഴും നമുക്ക് ആ ഒരു റേറ്റ് തന്നെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും നിങ്ങളൊരു സിനിമ ലവർ ആണെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകും കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ ഒരു ബോട്ട് സറൗണ്ട് സൗണ്ട് ബൈ ഡോൾബി ഓഡിയോ സിനിമയെ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് എന്നോവി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് മനസ്സിലാവുന്നതാണ്. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് നിർവാണ സീരീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിർവാണ നെബ്യൂല 2999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്താൻ പോകുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ നിർവാണ നെബ്യൂല 2999 രൂപ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാവുന്നതാണ്. അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ അല്ല, ഒരു സ്പെക് വൈസ് ഓവ്യൂ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ 2999 ഞാനും ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് സ്പെക് വൈസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആദ്യം നിലയിൽ എടുത്ത് പറയേണ്ട ആ ഒരു ഡിസൈനിന്റെ കാര്യമാണ്. പൊതുവെ നിർവാണ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അയോൺ ആണെങ്കിലും അയോൺ ANC ആണെങ്കിലും കുറച്ച് ബൾക്കി ആയിട്ടുള്ള സൈസ് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് ചെറിയ ചെവികൾ ഉള്ളവർക്ക് വെയറിംഗ് കംഫർട്ടിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര വലിയ ബൾക്കി ഫീൽ തോന്നുന്നില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം അയോൺ ആണെങ്കിലും അയോൺ ANC ആണെങ്കിലും അതിനൊക്കെ ഒരു വ്യത്യാസമായിട്ടാണ് ഇവിടെ ഈ ഒരു ഡിസൈൻ കാണുന്നത്. പക്ഷേ ആകെ ഉള്ള ഒരു നിർവാണ സീരീസിന്റെ ഒരു സാമ്യം എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ ഏറ്റവും അടിയിൽ ആ ഒരു വേവ് ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു ഫയർ ഫ്ലെയിംസ് ടെക്സ്ചർ ഉണ്ടല്ലോ, അത് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ടച്ച് കൺട്രോളിൻ്റെ അവിടെ ആണെങ്കിൽ പോലും നല്ല ഡിസൈനാണ് ഇവിടെ ഈ ഒരു നെബ്യൂലയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ കുറച്ച് കോമ്പാക്ട് ഫീൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ പ്രോഡക്റ്റ് അങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ബോട്ട് ഇവിടെയും ആദ്യമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു സൗണ്ട് എഞ്ചിനീയർഡ് ഫോർ സിനിഫൈൽസ് ബോട്ട് സറൗണ്ട് സൗണ്ട് പവർഡ് ബൈ ഡോൾബി ഓഡിയോ. സിനിമ ലവേഴ്സിന് ഉറപ്പായിട്ടും അല്ലെങ്കിൽ സിനിമ ലവേഴ്സിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ അപ് ടു 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇവിടെ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ 2999 രൂപയ്ക്ക് അപ് ടു 32 dB എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗിമ്മിക്കാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ 35 dB ഒക്കെ നമ്മൾ പുറമെ കൊണ്ടുപോയിട്ട് ഓൺ ആക്കുവാണെങ്കിൽ അത് ഓൺ ആയി എന്നുള്ളൊരു ഫീൽ പോലും ഉണ്ടാവത്തില്ല. എന്നാൽ ഇൻഡോറിലാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ഫീൽ കിട്ടും. സത്യം പറഞ്ഞാൽ വില കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ആക്ച്വലി ഒരു 35 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ. പിന്നെ ഇതിനകത്ത് 6 മൈക്ക് വിത്ത് AI/ENX ടെക്നോളജിയാണ്. അതായത് ഓരോ ഇയർബഡിലും 3 മൈക്ക് വീതം കാണാം. എന്തായാലും ഇപ്പൊ 3 ആണെങ്കിലും 2 ആണെങ്കിലും 1 ആണെങ്കിലും തന്നെ ഇതിൽ എടുത്തു പറയേണ്ട സംഭവം ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു മൈക്ക് ക്വാളിറ്റി ഇവിടെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ലോ ലേറ്റൻസി ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് പറയാനും പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെയും നമ്മുടെ ആ ഒരു ബോട്ട് അഡാപ്റ്റീവ് EQ ഉണ്ട്. നമുക്ക് EQ കസ്റ്റമൈസ് ചെയ്യാം. കൂടാതെ പ്രീസെറ്റ് ഇത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, പാട്ട് അല്ലെങ്കിൽ മൂവീസ് ഒക്കെ. കൂടാതെ 50 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ഹൈഫൈ ഓഡിയോ ഡ്യുവൽ കോർ പ്രൊസസ്സറാണ് നമുക്ക് ഇവിടെയും ഈ ഒരു നിർവാണ നെബ്യൂലയിലും കാണാൻ സാധിക്കുന്നത്. പൊതുവെ നിർവാണ സീരീസിലൊക്കെ തന്നെ ഈ ഒരു ചിപ്സെറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയർ ഡിറ്റക്ഷനും ഇവിടെയുണ്ട്. അതായത് നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇയർബഡ് അങ്ങോട്ട് ചെവിയിൽ എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ആവും, വീണ്ടും ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്ലേ ആവുന്നതാണ്. ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗും കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. ബോട്ട് ഹിയറബിൾ ആപ്പും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൽ കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ബേസിക് ആയിട്ട് ഒരു സ്പെക് വൈസ് ഇതുവരെ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2999 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു നിർവാണ നെബ്യൂല മേടിച്ചു കഴിഞ്ഞാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത് വർത്ത് ബൈയിങ് ആകൂല. കാരണം 2999 രൂപയ്ക്ക് നോർമൽ റേറ്റിലേക്ക് പോയാൽ കുഴപ്പമില്ല. പക്ഷേ 2499 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആയിരുന്നെങ്കിൽ നല്ലൊരു ഡീലായിരുന്നു. 2999 നിങ്ങൾക്കൊരു ബോട്ടിന്റെ പ്രോഡക്റ്റ് തന്നെ വേണം, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സിനിമ ലവറാണ്, ഈ ഒരു ഡോൾബി ഓഡിയോ സറൗണ്ട് സൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് 2499 ആണെങ്കിൽ ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകൂ എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം കേട്ടോ. പക്ഷേ 2999 ഞാൻ വീണ്ടും പറയാനുള്ളത് ഒരു ഡോൾബി ഓഡിയോ കുറച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നിർവാണ സീരീസിൽ ഓൾറെഡി ആ ഒരു AirDops 800 ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രോബാക്ക് അതായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരുന്നെങ്കിൽ എന്നുള്ളത് തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു നിർവാണ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും മേ ബി ആ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിർവാണ നെബ്യൂലയെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.